ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ള സഹോദരങ്ങളെ, ബറാത്ത് രാവ് എന്നുള്ള പേരിൽ ഷഅബാൻ 15 ധാരാളം അനുഷ്ഠാന ആചാരങ്ങൾ നമ്മുടെ കേരളത്തിലെയും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ആളുകളുമൊക്കെ കൊണ്ടാടുകയാണ്. ഒന്ന്, ആ ദിവസമാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ദിവസത്തിൻ്റെ പോരിഷ ഇവർ പറയാറുള്ളത്. പക്ഷേ ഇസ്ലാമിക പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, വിശുദ്ധ ഖുർആൻ ഷഅബാൻ 15 ബറാത്ത് രാവിനല്ല അവതീർണമായത്, മറിച്ച് റമദാനിലാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. ഖാല ശുഖൈരി വഹുവ ബാതിലുൻ ബിഇത്തിഫാഖിൽ മുഹഖഖീന മിനൽ മുഹദ്ദിസീൻ അസ്സുനൻ വൽ മുബ്തദിആത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ 146-ാമത്തെ പേജിൽ നമുക്ക് ഈ കാര്യം കാണാൻ വേണ്ടി കഴിയും. എന്താണ് അദ്ദേഹം പറയുന്നത്? ഷഅബാൻ 15 പരിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്നുള്ളത് വഹുവ ബാത്തിലുൻ, അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ബാത്തിലായിട്ടുള്ള ഒരു വാദമാകുന്നു. ബിത്തിഫാഖിൽ മുഹഖഖീന മിനൽ മുഹദ്ദിസീൻ, ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിത ലോകത്തുള്ള തഹ്ഖീഖ് നേടിയിട്ടുള്ള ഏറെ അവഗാഹമുള്ള പണ്ഡിതന്മാർ ഈ കാര്യത്തിൽ യോജിപ്പുണ്ട്, ഇത്തിഫാക്കായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഈ അസുനൻ വൽ മുബ്തദിആത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ 146-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. എന്താണ് ആയത്ത്? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ വഖാല തആല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമളാനിലാകുന്നു. മറ്റൊരായത്തിൽ എന്താ പറഞ്ഞത്? തീർച്ചയായും നാം ഈ വിശുദ്ധ ഖുർആനിനെ നിർണയത്തിൻ്റെ രാവിൽ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രിയമുള്ളവരെ, മറ്റൊരു വിശ്വാസം, ഈ ഷഅബാൻ 15 ബറാത്ത് രാവ് എന്ന് പേരിട്ടുകൊണ്ട് അന്ന് ചില ആചാരങ്ങൾ ആളുകൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്, നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ അടക്കമുള്ള അധ്യായങ്ങൾ പാരായണം ചെയ്യുന്നു. എന്നിട്ട് അത് ആയുസ്, ദീർഘായുസ് ലഭ്യമാകാൻ, അതുപോലെ തന്നെ ഉപജീവനം നന്നാകുവാൻ, ഇതിനു വേണ്ടിയൊക്കെ പ്രത്യേകം യാസീൻ ഓതുന്നു, നോമ്പ് നോൽക്കുന്നു. ഈ സംഭവങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാം. ഖാലൽ ഹാഫിദ് ഇബ്നു ദഹിയ റഹിമഹുല്ലാഹ് ഖാല അഹ്ലു തഅദീൽ വത്തജ്രീഹ് ലൈസ ഫീ ഹദീസിൻ നിസ്ഫി മിൻ ശഅബാന ഹദീസുൻ യസിഹു അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് ലി അബി ഷാമത്തിൽ മഖ്ദസി. മഹാനായ ഇമാം അബൂ ഷാമൽ മഖ്ദസി തങ്ങളുടെ ഗ്രന്ഥമാണ് അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ മഹാനായ ഹാഫിദ് ഇബ്നു ദഹിയ തങ്ങൾ പറയുകയാണ്, പ്രിയമുള്ള സഹോദരങ്ങളെ, അഹ്ലു തഅദീൽ വത്തജ്രീഹ്, അതായത് ഇസ്ലാമിക ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിത ലോകത്തുള്ള മഹത്തുക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നു, ലൈസ ഫീ ഹദീസിൻ നിസ്ഫി മിൻ ശഅബാന ഹദീസുൻ യസിഹു. ശഅബാൻ 15 വിഷയത്തിൽ, ബറാത്ത് രാവിന്റെ വിഷയത്തിൽ സ്വഹീഹായ ഒരു ഹദീസും വന്നിട്ടില്ല എന്നുള്ളത്. ഇനിയോ ഷെയ്ഖ് അൽബാനി ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിൻ എന്ന് പറയുന്ന ഹദീസ് ഹസനാണെന്ന് പറയുന്നുണ്ട്. ഇബ്നു മാജ തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണത്. തീർച്ചയായും അല്ലാഹു തആല ശഅബാന്റെ രാത്രിയിൽ ഒന്നാം ആകാശത്തേക്ക് വരികയും എന്നിട്ട് എല്ലാ സൃഷ്ടികൾക്കും എല്ലാ മനുഷ്യർക്കും പുറത്തു കൊടുക്കുകയും ചെയ്യും. ബഹുദൈവ വിശ്വാസിക്കും പരസ്പരം പകയോടുകൂടെ നിലകൊള്ളുന്ന ആളുകൾക്ക് ഒഴികെ എന്നുള്ള ഹദീസിനെ സംബന്ധിച്ച് പിന്നെ പല ആളുകളും, അതായത് ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള ചില ആളുകൾ ഹസനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇമാം സുയൂത്തിയെ പോലെ ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ള മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താ? ഈ ഹദീസിനെ ഇമാം സുയൂത്തി തങ്ങൾ ലഈഫാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, മജ്മഉസ് സവായിദ് വമംബഉൽ ഫവായിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും,
ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന യഗ്ഫിറുല്ലാഹു ലിഇബാദിഹി എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ശഅബാൻ 15 അല്ലാഹു തആല തന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കും എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസിനെ സംബന്ധിച്ച് പറയുകയാണ് റവാഹുൽ ബസ്സാർ, ഇത് ഇമാം ബസ്സാർ ഹാഫിദ് ബസ്സാർ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ വഫീഹി ഹിഷാം ഇബ്നു അബ്ദുറഹ്മാൻ, അതിന്റെ സനദിൽ ഹിഷാം ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആളുണ്ട്. വലം ആരിഫുഹു, അദ്ദേഹത്തെ കുറിച്ച് എനിക്കറിയില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ദുർബലമായിട്ടുള്ള ഹദീസുകളാണ്, അടിസ്ഥാനരഹിതമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അതുപോലെ തന്നെ കൽബ് സന്തതികളുടെ ആട്ടിൻ പറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ എത്ര ആളുകൾക്ക് പുറത്തു കൊടുക്കുമെന്ന് പറയുന്ന ഹദീസുകളും ചില ആളുകൾ ഉദ്ധരിക്കാറുണ്ട്. ആ ഹദീസിനെ സംബന്ധിച്ചും ഇസ്ലാമിക ലോകത്തെ പ്രഗത്ഭന്മാരായിട്ടുള്ള പ്രതിഭാശാലികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ദുർബലം എന്നു തന്നെയാണ്. മഹാനായ ഇബ്നു റജബിനെ പോലെയുള്ള പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇബ്നു മാജ 1389 നമ്പറായിട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് കാണാൻ വേണ്ടി കഴിയും. ഫയഗ്ഫിറു ലിഅക്സറ മിൻ അദദി ഗനമി ബനി കൽബ്, കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻ പറ്റങ്ങളുടെ എണ്ണത്തെക്കാൾ ആളുകൾക്ക് അള്ളാഹു ഈ ബറാത്ത് രാവിന് പുറത്തു കൊടുക്കുമെന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസിനെ സംബന്ധിച്ച് വഹുവ ഹദീസുൻ ലഈഫുൻ, അത് ദുർബലമായ ഹദീസ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ.